ഒരു വ്യക്തി പറയുന്നത് ആ വ്യക്തി മാത്രം കേൾക്കുവാണെങ്കിൽ ഓക്കെ. ഒരു വ്യക്തി പറയുമ്പോൾ വലിയ സമൂഹം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് തന്നെ ഒരുപാട് പേര് ലിറ്ററലി ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണെന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും കൃത്യമായിട്ട് അറിയാം. അമ്മയ്ക്ക് ആ ഒരു ടൈമിലാണ് എന്നോട് ചോദിച്ചതും ഈ സിനിമകൾ ഇനി വേണോ. ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മുടെ ഭാഗത്ത് പൂർണ്ണമായ ന്യായമുള്ളതുകൊണ്ടാണ് ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ തന്നെ ഇറങ്ങിയത്. ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകളിൽ നിങ്ങൾ മോശപ്പെട്ട പെർഫോമൻസ് കൊടുത്താലും നിങ്ങൾക്ക് 4-10 സിനിമകൾ കിട്ടും. പക്ഷെ ഒരു പരാജയപ്പെട്ട സിനിമയിൽ ഗംഭീരമായ പ്രകടനം നടത്തിയിട്ട് നിങ്ങൾക്ക് അടുപ്പിച്ച സിനിമകൾ കിട്ടും അപൂർവമായിട്ട്. ദാറ്റ് ഈസ് പിന്നെ അതാ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഭാഗ്യം വേണം സിനിമയിൽ. ടാലൻറ്റ് ഇസ് സെക്കൻഡറി ഓൾവേസ്. ഇറ്റ്സ് എ ഹാർഷ് റിയാലിറ്റി. ഞാനിങ്ങനെ പറയുമ്പോൾ ഈ സിനിമയെ ചേസ് ചെയ്ത് വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ ഈ റിയാലിറ്റി മനസ്സിൽ വെച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി ലൈഫ് എളുപ്പമായിരിക്കും. ടാലൻറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ എത്രയോ ടാലൻറ്റഡ്, എന്നേക്കാൾ എത്രയോ മിടുക്കന്മാരെ ആൾക്കാർ ഇന്ന് സിനിമയിൽ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൊളിറ്റിക്സ് ഒട്ടും മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരു രാജ്യത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവലിലേക്ക് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഏത് വലിയ ഹീറോ പുതിയ പോസ്റ്റ് ഇട്ടാലും ആ പോസ്റ്റിന് താഴെ പോയി എന്നെ ടാഗ് ചെയ്തു, ബെസ്റ്റ് ഹീറോയിൻ എന്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്നെ ടാഗ് ചെയ്തു. ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ 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 ഈവൻ ബോളിവുഡ് ഹോളിവുഡ് റേഞ്ചിൽ വരെ പോയിട്ട് നൈസായിട്ട് ഞാനൊന്നല്ല ചെയ്യുന്നത്, സംശയമൊന്നുമില്ലല്ലോ. ഗ്യാസും ഈ തീയൊക്കെ ഭയങ്കര പേടിയാണ്. കൊള്ളി എന്താ പറയാ, കപ്പ അത് ഇങ്ങനെ എൻ്റെ അമ്മ ഡ്രൈ ആയി ഇൻബോക്സിൽ വന്നിട്ടുള്ള ഏറ്റവും വേസ്റ്റ് കമന്റ്, അല്ലെങ്കിൽ ഞാൻ നിർത്തിയത് എനിക്ക് പറയാൻ പറ്റാത്ത ലെവലിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. എനിക്ക് അതിന് ഫേവറേറ്റ്സ് എടുക്കാൻ പറ്റില്ല, അത്രയും മോശപ്പെട്ട രീതിയിലാണ് പോകുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ മോശമായ മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം റിലീസ് ആവട്ടെ. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നിന്ന അതേ വണ്ടിയിൽ നമ്മുടെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മൈമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ. എന്തിനു വെച്ച് കട്ടി തവണ ഇങ്ങനെ കോവിഡ് സമയത്ത് വ്ളോഗ് ചെയ്തപ്പോൾ ലാൽ സാർ വിളിച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഭയങ്കര കുറിച്ചും. ഞാൻ എൻ്റെ ഗുജറാത്തിലെ ഈ ഭൂകമ്പത്തിന് ശേഷമുള്ള ഓർമ്മകൾ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ചില സമയത്ത് ഒരു ആക്ടർ ഭയങ്കര ഹെൽപ്ലെസ് ആയി പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. കാരണം ഒരു സിനിമ ഇറങ്ങി അത് സാമ്പത്തികമായിട്ട് അങ്ങനെ വിജയിച്ചില്ലാന്നിരിക്കട്ടെ, പക്ഷേ ഈ പറഞ്ഞ കണ്ടവരൊക്കെ പറയുന്നു ഈ ആക്ടർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അയാളുടെ ഒരു കരിയറിലെ ഏറ്റവും റിമാർക്കബിൾ വേഷമാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ആക്ടർ ശരിക്കും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ണിക്ക് ഇൻഡസ്ട്രി അങ്ങനെയല്ല ബിഹേവ്. ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകളിൽ നിങ്ങൾ മോശപ്പെട്ട പെർഫോമൻസ് കൊടുത്താലും നിങ്ങൾക്ക് 4-10 സിനിമകൾ കിട്ടും. പക്ഷെ ഒരു പരാജയപ്പെട്ട സിനിമയിൽ ഗംഭീരമായ പ്രകടനം നടത്തിയിട്ട് നിങ്ങൾക്ക് അടുപ്പിച്ച സിനിമകൾ കിട്ടും അപൂർവമായിട്ട്. ദാറ്റ് ഈസ് അപൂർവമായിട്ടുള്ളൊരു നടനായിരിക്കും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. നിങ്ങൾക്ക് സക്സസ് ആണ് അൾട്ടിമേറ്റ്. ബിക്കോസ് ഇതൊരു ബിസിനസ് ഏരിയ ആയതുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കുക. അഭിനയമൊക്കെ ഭയങ്കര സബ്ജക്റ്റീവ് ടേമാണ്. നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും കണക്റ്റ് ആവില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതുകൊണ്ട് പക്ഷേ ഇൻഡസ്ട്രി ഫംഗ്ഷൻ ചെയ്യുന്ന നമ്പേഴ്സിൽ മാത്രമാണ്. ഈ പടം റിലീസായപ്പോൾ ഇത്ര വരുമാനം ഉണ്ടായി, ഇത്ര ഉണ്ടായില്ല. അപ്പം അതിലൊരു നടൻ അങ്ങ് ഇല്ലാതായി പോകും. പിന്നെ അതാ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഭാഗ്യം വേണം സിനിമയിൽ. ടാലൻറ്റ് ഇസ് സെക്കൻഡറി ഓൾവേസ്. ഇറ്റ്സ് എ ഹാർഷ് റിയാലിറ്റി. ഞാനിങ്ങനെ പറയുമ്പോൾ ഈ സിനിമയെ ചേസ് ചെയ്ത് വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ ഈ റിയാലിറ്റി മനസ്സിൽ വെച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി ലൈഫ് എളുപ്പമായിരിക്കും. അതായത് ഞാനൊരു സിനിമ ചെയ്യും, അടുത്ത സിനിമയിൽ ഞാൻ വിജയിച്ചു. അങ്ങനെ യു ഷുഡ് പ്രേ ഹാർഡ്. അതായത് നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. ബിക്കോസ് ബന്ധങ്ങളും പിന്നെ എന്താ പറയുക, നോ ഷോർട്ട് കട്ട്സ് ബേസിക്കലി. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വേണം. ആൻഡ് പ്രാർത്ഥിക്കുക നല്ല വേഷം കിട്ടുക. ബിക്കോസ് ഒരു സ്ക്രിപ്റ്റ് നിങ്ങളിലേക്ക് എന്തുകൊണ്ട് വരണം, ആ സ്ക്രിപ്റ്റ് എന്തുകൊണ്ട് നല്ലൊരു ക്യാരക്ടറിനെ ക്യാരി ചെയ്യണം, ആ ക്യാരക്ടർ ഒരു സാധാരണ കുടുംബം എന്തുകൊണ്ട് ഇഷ്ടപ്പെടണം. ടു മെനി ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. അപ്പോൾ സിനിമയിൽ അതിജീവിച്ച് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ടാലൻറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ എത്രയോ ടാലൻറ്റഡ്, എന്നേക്കാൾ എത്രയോ മിടുക്കന്മാരെ ആൾക്കാർ ഇന്ന് സിനിമയിൽ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു അവസരം കിട്ടി, ഞാനത് മാക്സിമം ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. കിട്ടുന്ന അവസരം നന്നായിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു വൺ മോർ ചെറിയ സെഗ്മെന്റ് കൂടെ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് ഓഫ് യു ആൻഡ് വേസ്റ്റ് ഓഫ് യു. രണ്ട് എക്സ്ട്രീമാണ് സംഭവിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ബെസ്റ്റ് മൂവി അല്ലെങ്കിൽ സീക്വൻസ് നിങ്ങളുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ജയ് ഗണേഷിൽ പറയാൻ പറ്റുന്ന. ജയ ഗണേഷിനെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, മാസ്റ്റർ പീസ്
Masterpiece ആയാലും എന്നെ തലക്കടിച്ച് കൊല്ലുന്നതായിരിക്കും. ഓക്കെ, സിനിമ ശരിക്കും പഠിപ്പിച്ച ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാഠം എന്തായിരിക്കും? സക്സസ് ഇസ് ദി അൾട്ടിമേറ്റ് ടീച്ചർ. എനിക്ക് തോന്നുന്നു പേഷ്യൻസ്. സിനിമയിൽ നിൽക്കണമെങ്കിൽ പേഷ്യൻസ് വേണം എന്നുള്ളൊരു കാര്യം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു പ്രോജക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യും, പെട്ടെന്ന് വേറൊരാളിലോട്ട് മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ഡിലേ ആവുക, റിലീസ് ഡിലേ ആവുക, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഭയങ്കര മെൻറ്റൽ പ്രഷറൊക്കെ ആദ്യത്തെ ചില സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരണ്യ മാഡമാണ്, ആക്ട്രസ് ശരണ്യ മാഡമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പേഷ്യൻസ് വേണം, നന്നായി പേഷ്യൻസ് വേണം. കാരണം ഇതാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സിനിമയാണ് ഇസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് പേഷ്യൻസ്. പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. സോ പേഷ്യൻസ് ഇസ് സംതിങ് ദാറ്റ് ഐ ലവ്. ഈ കല്യാണം അല്ലാണ്ട് കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂമർ എന്ന്? കല്യാണം ബെസ്റ്റ് റൂമർ ആണോ? അല്ല, കല്യാണ ടോപ്പിക്ക് മാറ്റി എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട റൂമർ. ഇഷ്ടപ്പെട്ട റൂമർ. ഇഷ്ടപ്പെട്ട റൂമർ എന്താ? കേട്ടിട്ടില്ല. വേറെ ഒന്നും കേട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ട റൂമർ കേട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ട റൂമറോ? ഞാനൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഈ സ്ഥാനാർത്ഥിയാവുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ പൊളിറ്റിക്സ് ഒട്ടും മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരു രാജ്യത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവലിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്നെപ്പോലെ ഒരാൾക്ക് അതിനൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഐ എം കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ഇറ്റ് എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മുടെ പേര് വയ്ക്കുന്നത്. അതിന് ചർച്ചകൾ വരുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഒരു കോംപ്ലിമെൻ്റായിട്ട് എടുത്ത്. എന്നാൽ അത് റൂമറായിരുന്നു എന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിയാണ്. എനിക്ക് റൂമർ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ബേസിക്കലി എനിക്ക് റൂമേഴ്സ് എന്നെ പറ്റി അധികം റൂമേഴ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു ക്രിഞ്ചായ ഒരു പരിപാടിയാണ്. പക്ഷെ ഒരു ഫാൻ, ഒരു സംബഡി ഹു ലൈക്സ് മീ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏത് വലിയ ഹീറോ പുതിയ പോസ്റ്റ് ഇട്ടാലും ആ പോസ്റ്റിന് താഴെ പോയി എന്നെ ടാഗ് ചെയ്ത് ബെസ്റ്റ് ഹീറോയിൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് എന്നെ ടാഗ് ചെയ്തു. ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ ഈവൻ ബോളിവുഡ് ഹോളിവുഡ് റേഞ്ചിൽ വരെ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഹീറോസ് ഒക്കെ ഫോട്ടോസ് പോസ്റ്റ് നൈസായിട്ട് ഞാനൊന്നല്ല ചെയ്യുന്നു, സംശയമൊന്നുമില്ലല്ലോ. ബെസ്റ്റ് ഹീറോയിൻ ഇൻ ദ വേൾഡ്, കാസ്റ്റ് ഹർ ഇൻ യുവർ നെക്സ്റ്റ് മൂവി എന്ന് പറഞ്ഞ് പുള്ളിക്കാരും പോയി കമന്റ് ചെയ്യും എല്ലായിടത്തും. എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഞാൻ പണ്ട് ഭയങ്കര ഫ്രീക്വന്റ് ആയിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ വരെ ഭയങ്കര ഫ്രീക്വന്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ കമന്റ് അടിച്ചു, എന്ത് മനുഷ്യന്മാരല്ലേ, എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ. പക്ഷെ എനിക്കിപ്പോ എവിടുന്ന് തപ്പിയെടുക്കണോന്ന് അറിഞ്ഞൂടാ. ആരുടെങ്കിലും പോസ്റ്റിലൊക്കെ പോയി നോക്കിയാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ? ഇൻസ്റ്റാഗ്രാം. ലോഗിൻ ചെയ്താൽ പോലെ. ജീവിതത്തിലെ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം, ചെയ്തു തന്നിട്ടുള്ള ഒരു ബെസ്റ്റ് കാര്യം? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനൂപാണ്. എന്നെ ഒരു 9 മാസത്തോളം പുള്ളി റിയലി ടു കെയർ ഓഫ് മീ. ഞാൻ സിനിമ മോഹിച്ച് നാട്ടിൽ വന്നപ്പോൾ ഞാൻ അന്ന് തൃശ്ശൂർ, ഗുരുവായൂർ, ഷൊർണൂരൊക്കെ ആയിരുന്നു താമസം. പിന്നെ സിനിമ അന്ന് എറണാകുളത്താണെന്ന് പുള്ളി എന്നോട് പറയുകയും ഞാൻ പിന്നെ അവിടെ എത്തുന്നത് അവന് ജോലി കിട്ടിയതുകൊണ്ട് അവൻ്റെ കൂടെ താമസിച്ചു. എനിക്ക് ഒരിക്കലും അത് കവറപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സഹായമായിട്ടല്ല പുള്ളി ചെയ്ത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ബെസ്റ്റ് ഫ്രണ്ട്സ്. സിനിമയിലും പുറത്തും എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അങ്ങനെ ആരും എന്നെ ഭയങ്കരമായി സഹായിച്ചിട്ടുമില്ല. എനിക്കങ്ങനെ സഹായം ചോദിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് എൻ്റെ പേരൻസ് എല്ലാ രീതിയിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് അല്ലാതെ വേറൊരാളുടെ അടുത്ത് സഹായം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം ഐ ഡോണ്ട് ഹാവ് അങ്ങനെ ആരുമില്ല. ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീക്വൻസ്? സ്റ്റൈൽ പടത്തിൽ, സ്റ്റൈലിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ. ഞാൻ അല്ലെങ്കിൽ ഡ്യൂപ്പ് ഉപയോഗിക്കാറില്ല. പക്ഷേ അതോടെ പിന്നെ നിർത്തി. ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത സിനിമ, ഇൻവെസ്റ്റ് ഇൻ ടൈംസ് ഓഫ് ടൈം ആൻഡ് എനർജി. ആ പടം തിയേറ്ററിൽ അങ്ങനെ വിചാരിച്ച പോലെ, അത് പടത്തിന് അതിൻ്റെതായ സ്ക്രീൻ പ്ലേയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ മാളികപ്പുറത്തിൽ റെക്ടിഫൈ നടത്തിയത്. അഭിലാഷിനറിയാം. അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷ് ഈ പടത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, മാളികപ്പുറത്തിൽ ആ ടെമ്പോ കളയാതെ കൊണ്ടുപോകണമെന്ന്. അഭിലാഷ് വാസ് ഓൾസോ വെരി
അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ ആ സിനിമ സ്റ്റൈൽ ഞങ്ങൾ മാളികപ്പുറത്തിൻ്റെ ഷൂട്ടിൻ്റെ ദിവസം രാത്രി ഫുൾ കണ്ട സിനിമയാണ്. വീഡിയോസ് ഒരു ഫൈറ്റ് വരുമ്പോൾ ആ ടെമ്പോ എന്തുകൊണ്ട് സ്റ്റൈലിൽ ആ ടെമ്പോ പോയെന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തത്. ബട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഒരേ ഒരു തവണ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തൊരു സംഭവം ആ സിനിമയുടെ ഫൈറ്റ് കണ്ടിട്ടാണ്. ബെസ്റ്റ് റൊമാൻറ്റിക് സീൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് ഫ്രം RDX ആ പ്രപ്പോസൽ സീനായിരിക്കും വൈഡ് റേഞ്ചിലൊരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഈ അടുത്തായിട്ട് പ്രൊപ്പഗണ്ട സിനിമകൾ ചെയ്യുന്നു എന്ന് അത് മോശപ്പെട്ട അത് ക്രിറ്റിസിസം അല്ല, അത് സ്പെക്കുലേഷൻ ആയിരുന്നു. ക്രിറ്റിസിസത്തിൻ്റെ മറവിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത് ഐ ഫെൽറ്റ് വെരി സാഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഈ പറഞ്ഞ ഉണ്ണീനെ പേഴ്സണലി അറിയാത്ത അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് അറിയാത്ത ആളുകളാണല്ലോ പറയാം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരിട്ട് കാണാത്ത വെറുതെ ഇല്ല, അതല്ല പ്രശ്നം. ഒരു വ്യക്തി പറയുന്നത് ആ വ്യക്തി മാത്രം കേൾക്കുവാണെങ്കിൽ ഓക്കെ. ഒരു വ്യക്തി പറയുമ്പോൾ വലിയ സമൂഹം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് തന്നെ ഒരുപാട് പേര് ലിറ്ററലി ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെ. പിന്നെ ഐ ലവ് യു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രണ്ടും നമ്മുടെ കൺട്രോളില്ലാത്ത ആൾക്കാരാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സിനിമകൾ ചെയ്തത്. പക്ഷേ ഇത് ഒരു പോയിന്റിൽ അത് ഇവർക്കത് ചെയ്തെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇനി ഭാവിയിൽ അത് മാറ്റിയെടുക്കും ഞാൻ, അത് വേറെ കാര്യം. പക്ഷേ ഒരു പവർഫുൾ ടൂളാണ് ഈ സോഷ്യൽ മീഡിയ. അതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ എപ്പോഴും ചിരിച്ചു നിൽക്കുന്നത് ഭയങ്കര ഫേക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ അഭിനയിക്കുവാണ്, ഫേക്കിംഗ് ഇറ്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. അതങ്ങനെയല്ല. ഓക്കെ, പാചകം പഠിക്കാനാണ് ലോവി സാറ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സാറ് പറഞ്ഞത് ഇങ്ങനെ ഒരു 100 പേർക്ക് കൃത്യമായിട്ട് ഉപ്പും മുളകും തെറ്റാതെ നിനക്ക് പാചകം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നീ നല്ലൊരു നടനായി മാറുന്നതാണ്. അതിൻ്റെ ഒരു ഡീപ്പർ ഫിലോസഫിയാണ്. അത് നമ്മളെ കൊണ്ട് അത് സാധിച്ചിട്ടില്ല ഇതുവരെ. അത് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ എനിക്ക് ഗ്യാസും ഈ തീയൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇഫ് യു ഹാവ് സം ഫിയർ അത് അതിജീവിക്കുന്നതാണ് പുള്ളി എന്നും പറഞ്ഞത്. ഇതുവരെ അതൊരു ഇങ്ങനെ പെൻഡിങ് ആയിട്ട് അല്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന കുക്കിംഗ് എന്തെങ്കിലും പാളിപ്പോയിട്ടുണ്ടായിരുന്നു? ഒരു തവണ ചിക്കൻ കറി ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഇത് പോയി ഓഫ് ചെയ്യണ്ടേ, പേടിച്ചിട്ട് ഓഫ് ചെയ്യാതെ അതിങ്ങനെ ഫുൾ ആ ചിക്കനൊക്കെ പിന്നെ പേടിച്ചു. ഞാൻ ആകെ ചെയ്യുന്നത് ഐ തിങ്ക് ഒരു കാലത്ത് ഞാൻ മാഗി നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മുട്ട പുഴുങ്ങുന്നതും അമ്മ കൂടെ ഉണ്ടെങ്കിൽ ദോശ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ. പാചകം പഠിക്കണ്ടേ? പാചകം പഠിക്കണം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒരു തവണയെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ കൊള്ളി എന്താ പറയുക കപ്പ അത് ഇങ്ങനെ എൻ്റെ അമ്മ ഡ്രൈ ആയി അമ്മ ഉണ്ടാക്കിയത് കുറച്ച് ഡ്രൈ ആയിട്ടാണ്. എനിക്കത് പോലെ ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. റെഡ് ചില്ലിയാണ് അമ്മ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് സെമി ഗ്രേവി പോലെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് കുക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടി. അത് നടക്കട്ടെ, നടക്കും ചെയ്തെടുക്കും. കുക്കിംഗ് എക്സ്പെരിമെന്റ്സ് ഞാൻ അത്യാവശ്യം ഒരു ഡീസന്റ് രീതിയിലൊക്കെ കുക്ക് ചെയ്യും. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം. അതുകൊണ്ട് പാളിപ്പോയതോ ഇല്ല, അങ്ങനെ പാളിയിട്ടൊന്നുമില്ല. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യും. ഇൻബോക്സിൽ വന്നിട്ടുള്ള ഏറ്റവും വേസ്റ്റ് കമന്റ് അല്ലെങ്കിൽ ഞാൻ നിർത്തിയത് എനിക്ക് പറയാൻ പറ്റാത്ത ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. എനിക്ക് അതിൽ ഫേവറേറ്റ്സ് എടുക്കാൻ പറ്റില്ല. അത്രയും മോശപ്പെട്ട രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ശരി പോട്ടെ, കാര്യങ്ങളും അറിയാതെയാണ് ഇവർ സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ. എൻ്റെ പേഴ്സണൽ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരാൾ തിരുത്താൻ പോകാറില്ല. തിരുത്താൻ പോയപ്പോൾ ബഹളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലായി നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനാവശ്യമായ ഓരോ പീരീഡ് ഓഫ് ടൈം ആൾക്കാർ മനസ്സിലാവും ഉണ്ണി ആരാണെന്ന്. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഈ സിനിമകളാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. സിനിമ ഇങ്ങനെ കണ്ട് ശീലമായിക്കോളും. എന്നെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനെ മോശമായ മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം റിലീസ് ആവട്ടെ. മോശമായ മെസ്സേജ് വന്നിട്ടില്ല. പക്ഷെ എന്നെ ഭയങ്കര ടച്ച് ചെയ്ത മെസ്സേജസ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ആളുടെ പേര് ഞാൻ പറയണില്ല. എനിക്ക് നോക്കിയപ്പോൾ കിട്ടും ആളാരാന്ന് സെർച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആളെനിക്ക് ഡെയിലി ഇപ്പോൾ കുറച്ച് 1-2 വർഷങ്ങളായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്.
രാവിലെ എഴുന്നേറ്റത് തൊട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നവരെ പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യും. പക്ഷെ ഇതിൽ ഫണ്ണല്ല, ക്യൂട്ട് പാർട്ട് എന്താണെന്നറിയോ, അതിൽ ഞാനും ഒരു ഭാഗമാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഐ എം വേക്കിംഗ് അപ്പ് വിത്ത് ഹിം, വി ആർ ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടുഗദർ, ഞാൻ ലഞ്ചിന് ഞാൻ ലവ് ടുഡേയിലെ സീൻ, ലവ് ടുഡേ സിനിമയിൽ ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടല്ലോ. ആണോ? എനിക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ ഡെയിലി എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ ഇതിരുന്ന് വായിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു ദിവസം മെസ്സേജ് വരാതെ ഇരുന്നിട്ട് അങ്ങോട്ട് കയറി അതെന്താ ഇന്ന് എനിക്കില്ലേ? അല്ല അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കില്ല. കാരണം പുള്ളിക്കാരൻ ഏത് രീതിയിൽ എടുക്കും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. ആൾക്ക് നമുക്ക് ആവശ്യത്തിന് ഹോപ്പ് കൊടുക്കും. എനിക്ക് പല സമയത്ത് ഭയങ്കര ടെംപ്റ്റേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഹോപ്പ് കൊടുക്കുന്ന പോലെ ഞാൻ നോക്കുന്ന ആള് മനസ്സിലാവില്ലല്ലോ. ഇല്ല, വരില്ല. ഞാൻ ആക്സെപ്റ്റ് ചെയ്താലേ വരുള്ളൂ. ബിക്കോസ് റിക്വസ്റ്റ് അല്ലേ, മെസ്സേജ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ അവിടെ എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുക? ഐ കാൻ ഓപ്പൺ ആൻഡ് റീഡ്. റീഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്രയും ഒരാളെ സ്നേഹിക്കുന്നുള്ളത് ഐ ലൈക്ക് ഇറ്റ്. ഐ എൻജോയ്. പക്ഷെ പല സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ തോന്നുന്നു, റിപ്ലൈ ചെയ്യണമല്ലോ, ഇയാൾ ഇത്രയും കാര്യമായി മെസ്സേജ് ചെയ്യുന്നതാണല്ലോ, എനിക്ക് റിപ്ലൈ ചെയ്യണമല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തിരിച്ച് റിപ്ലൈ ചെയ്ത് നമ്മളൊരു ഹോപ്പ് കൊടുക്കുന്ന പോലെ ആയി പോകില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചില സമയങ്ങളൊക്കെ ഇരുന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങനെ കൂട്ടി വെക്കും. ഓക്കെ, ഈ പറഞ്ഞ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് അഡ്വൈസ് ഉണ്ട്? അഡ്വൈസ് ഇല്ല, വേസ്റ്റ് അഡ്വൈസ് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രമാണ്. അത് സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. സോ അത് എനിക്ക് മാത്രമല്ല, ഇത് ആരോടും പറയാൻ പാടില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല. സോ അത് കേട്ടിട്ടുണ്ട്. വേസ്റ്റ് അഡ്വൈസോ? ഒരു എന്താ വേസ്റ്റ് അഡ്വൈസ് എന്താണെന്നറിയോ, ഒരു ട്രിപ്പ് പോയെല്ലാം ശരിയാവും. ഇത് ഏറ്റവും എനിക്ക്, അതായത് നമ്മൾ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിരിക്കും ഭയങ്കര പ്രോബ്ലം ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയാൽ എല്ലാം ശരി. അപ്പോൾ എൻ്റെ മൈൻഡിൽ ട്രിപ്പ് പോകാനുള്ള മൈൻഡ് സെറ്റിലാണല്ലോ ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്കിത് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് പറയും ഒന്ന് പുറത്തിറങ്ങി എല്ലാം ശരിയാവും എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ശരിയാവില്ല, എങ്ങനെ ശരിയാവും? പുറത്തിറങ്ങാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണ്ടേ? ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഒന്ന് പുറത്തു പോയാൽ എല്ലാം ശരിയാവും. ഇനി പറയണോ? ഇല്ല, കഴിഞ്ഞു. എന്താ പറയണോ? ഇല്ല, കേട്ട് ഇരിക്കാൻ രസമുണ്ടോ? എന്താ അല്ല, കേട്ടിരിക്കാൻ രസമുണ്ടോ? അല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങള് ഉണ്ണീട് ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദിലെ ആ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിൽ ഉണ്ണി എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ട്രെയിൻ ജേർണി ഉണ്ടല്ലോ, ഈ മെട്രോയില് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ് ചെയ്തതും ട്രെയിനിൽ അഡ്വർടൈസ് ചെയ്തൊക്കെ പിന്നീട് പറഞ്ഞ പോലെ ലൈഫിന്റെ ഒരു സർക്കിളാണ്, എല്ലാം സർക്കിളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. സോ ഈ ജീവിതം ഇങ്ങനെ പോകുന്ന ഒരു സർക്കിളാണ്. ഇപ്പോൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ലൈഫ് പോകേണ്ടതെന്നൊരു ഐഡിയ ഉണ്ട്? പോസിറ്റീവായിട്ട് തന്നെ പോകാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിനിമകളാണല്ലോ മെയിനായിട്ട്. സിനിമകൾ തന്നെ ചെയ്യുമ്പോൾ നല്ല സിനിമകൾ ചെയ്താൽ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് എപ്പോഴും ലൈഫ് എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. വെരി ഹോപ്പ്ഫുൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിൻ യാത്രകളൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഇനി എത്രയൊക്കെ സംഭവിച്ചാലും. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഒരു പേഴ്സണൽ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ഇതുവരെ. ഇതിപ്പോൾ പുതിയ ഒരു പരിപാടിയൊന്നുമില്ല, ഒരുപാട് നടന്മാർ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് അതേ വണ്ടികൾ ഞാൻ ഇങ്ങോട്ട് അഹമ്മദാബാദിൽ നിന്ന് തൃശ്ശൂർ വന്നിട്ടുണ്ട്. നമ്മുടെ ഞാൻ വന്നിറങ്ങിയ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ സുഹൃത്ത് ആ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്, ഷൊർണൂർ. ഒരു ഇമോഷണൽ എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇഷ്ടത്തിന് പുറത്ത് ചെയ്തതാണ്. ഓഫ്കോഴ്സ് പ്രൊമോഷനാണ്, എന്നാലും നമ്മൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നിന്ന അതേ വണ്ടിയിൽ നമ്മുടെ എൻ്റെ ഫുൾ ഫിഗർ മൈമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ. എന്തിനു വെച്ച് കട്ടി ശരിക്കും ഈ അച്ഛനും അമ്മയ്ക്കാണല്ലോ അത് ഏറ്റവും കൂടുതൽ കണക്ട് ആവാം. മകൻ ഈ പറഞ്ഞ പോലെ എല്ലാ സ്റ്റേജിലും കണ്ടിട്ടുള്ള ആളുകളാണ്, ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അന്നിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ പറഞ്ഞ റെമ്യൂണറേഷൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ണി പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിഷമിക്കുക എൻ്റെ അമ്മയായിരിക്കും ചിലപ്പോൾ. പറഞ്ഞ വീട്ടിൽ ശരിക്കും എങ്ങനെയാ ഉണ്ണി എന്നൊരു മകൻ, ഉണ്ണി എന്നൊരു നടന് ഈ പറഞ്ഞ പോലെ രണ്ട് ബാലൻസ് ചെയ്ത് മുൻകൂട്ടുണ്ട്? അല്ല, അവിടെ നടനില്ല എന്നാണ് സത്യം. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മുടെ ഭാഗത്ത് പൂർണ്ണമായ ന്യായമുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ തന്നെ ഇറങ്ങിയത്. അതിൽ എൻ്റെ വീട്ടിലൊരു ഞങ്ങൾ ഉള്ള ഫാമിലി ഒരു ലോ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ചെറിയ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് അവിടെ. ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് കേൾക്കാനും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആർക്കും അറിയില്ല സത്യത്തിൽ. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എൻ്റെ അമ്മ പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് അവസാനം. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ
അപ്പോൾ എനിക്കുണ്ടായ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും ഈ സോഷ്യൽ പ്രഷറിൽ പാനിക്കായി പോവുക വീട്ടുകാർ. സാധാരണ വീട്ടുകാരാണ് അച്ഛനും അമ്മയാണെങ്കിലും. പക്ഷേ ഞാൻ എന്താണെന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും കൃത്യമായിട്ട് അറിയാം. അമ്മയ്ക്ക് ആ ഒരു ടൈമിലാണ് എന്നോട് ചോദിച്ചതും ഈ സിനിമകൾ ഇനി വേണോ, സിനിമ ആഗ്രഹിച്ചതെല്ലാം നടന്നല്ലോ, പിന്നെ ഇനി എന്താണ് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ച സമയങ്ങളുണ്ട്. പക്ഷേ എനിക്ക് കൺവിൻസ് ചെയ്യേണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഇത് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇതൊരു ഫസ്റ്റ് ജനറേഷൻ ആക്ടർ ആയതുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് അറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. ഇപ്പോൾ ഫുൾ ടൈം ഞാൻ സിനിമ സെറ്റിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ലൊക്കേഷനിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തല്ല, ഈ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ എനിക്കൊരു അഡ്വൈസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ബിക്കോസ് അവർക്ക് അറിയില്ല ഇൻഡസ്ട്രി എന്താ നടക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഈ അമ്മ ഇതെങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാനല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് എന്നാൽ ഉണ്ണിക്ക് എന്താണ് ശരി അതൊന്നും ചെയ്യുന്നു പറഞ്ഞ് ഓഫ് കോഴ്സ് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്, ഒരുപാട് വിഷമമായിട്ടുണ്ട്. ബട്ട് ഐ വിൽ ക്ലിയർ ഇറ്റ് ഓഫ്. ഞാൻ എൻ്റെ ഉയർച്ചകളിൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി എഫേർട്ട് എടുക്കാൻ പോകുന്നത്. എൻ്റെ സക്സസ് ഡെഫിനറ്റ്ലി ഇനി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും. അല്ല, അപ്പോഴും ഈ പറഞ്ഞ സിനിമ കണ്ടിട്ട് ഈ നമ്മുടെ മേപ്പടയാനിലെ സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടിട്ട് ആ സിനിമ അങ്ങനെയാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മലപ്പുറം കണ്ടിട്ട് ഉണ്ടായിട്ടുള്ള പുകലുകളെ കുറിച്ച് ഞാൻ ഇപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞില്ല. അപ്പൊ അവരെങ്ങനെ ആ ഒരു ഇതിനെ ഫേസ് ചെയ്യുന്നതും അവർ ഉണ്ണിയോട് എൻ്റെ മുന്നിൽ കാണിക്കില്ല, പക്ഷെ അവർക്ക് വിഷമമായിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ മുന്നിൽ കാണിക്കും. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒന്നും നടന്നിട്ടില്ലാത്തൊരു രീതിയിലാണ് അച്ഛനും അമ്മയ്ക്ക് സംസാരിക്കുകയും കളിച്ചും ചിരിച്ചു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ കയറിയിട്ട് എന്താ ഈ പ്രശ്നം അങ്ങനെ ഇതുവരെ ചോദിച്ചില്ല. എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ ബിക്കോസ് എന്നെ വർഷങ്ങളോളമായിട്ട് അവർക്കറിയാം. പിന്നെ എനിക്ക് അതിന് പൈസ ഭയങ്കര പ്രാന്തുള്ള ആളൊന്നുമില്ല. ഞാൻ ജീവിച്ച രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഐ എം വെരി ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് സമ്പാദിക്കും. എനിക്ക് എല്ലാ ആൺകുട്ടികൾക്കും ഉള്ളതുപോലെ അവരുടെ അച്ഛനും അമ്മയും ഏറ്റവും ബെസ്റ്റ് ലെവലിൽ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർക്ക് എല്ലാം ഫെസിലിറ്റി കൊടുക്കുന്ന ആഗ്രഹിക്കുന്ന നോർമൽ ആഗ്രഹം. നിങ്ങൾക്ക് എന്താ ആഗ്രഹം അതേ എനിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഷോർട്ട് കട്ട് എടുക്കാനൊന്നും പോകില്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ 12 വർഷമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ സിനിമകൾ നല്ലതാണ്, ഞാൻ മനസ്സിലാക്കുന്ന സിനിമകൾ നല്ലതാണ്. ഒരു വലിയ സമൂഹം ആ സിനിമ കണ്ട് വിജയിപ്പിച്ചതാണ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. ബട്ട് നൗ ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ തന്നെ പറയില്ലേ ഹേറ്റ് മെസ്സേജ് വരുന്നുണ്ടെന്ന്. ഹേറ്റ് അതൊക്കെ വലിയൊരു വികാരമാണ്. ഒരാളെ ഞാൻ വെറുക്കുന്നു എന്തിനു ചോദിച്ചാൽ സില്ലി റീസൺസ് ആണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഗണേഷ് ടൈറ്റിൽ തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഭയങ്കര വിഷയം ഉണ്ടാക്കിയോ? നമുക്കൊരു വിഷയമില്ല. കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ ഇത് സ്പെക്യുലേറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. അപ്പം അതിനെ ചുറ്റിപ്പറ്റി നെഗറ്റീവ് ക്യാമ്പയിനിങ് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ചുമ്മാ ഒരു പോസ്റ്റർ ഇടുമ്പോൾ അതിനെക്കുറിച്ച് നെഗറ്റീവ്, അത് സിനിമ കാണാതിരിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കത് ഭയങ്കര മോശമായിട്ട് തോന്നിയില്ല. ശരിക്കും ഇതൊക്കെ നേരിട്ട് മീൻസ് അടുത്തുനിന്ന് കണ്ടിട്ടുള്ള ആളാണ്. എന്താ ശരിക്കും ഈ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഫീൽ ചെയ്യുക? ഉണ്ണി എങ്ങനെ ഇതൊക്കെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും സിമ്പിൾ കാര്യങ്ങളല്ലല്ലോ. എനിക്ക് ഉണ്ണിക്ക് അഗേൻസ്റ്റ് വരുന്ന നെഗറ്റിവിറ്റി ഒക്കെ ഭയങ്കര സില്ലി ആയിട്ട് തോന്നാറുണ്ട്. കാരണം കാര്യം അറിയാതെയാണ് പലതും പറയുന്നത്. ഒരാളെ എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ പറയേണ്ട റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. വി ഹാവ് ദീസ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ എന്നുള്ളത്. പക്ഷെ ഒരാളെ കോർണർ ചെയ്യുന്ന പോലെ അല്ലാതെ ഒരാളെ പോയിന്റ് ചെയ്യുന്ന പോലെ പറയുന്നത് അത് ഭയങ്കര റൂഡായ ഒരു കാര്യമാണ്. ഒരാളൊരു ലിമിറ്റിലപ്പുറം നമ്മൾ ഒരാളെ പറയാൻ പാടില്ലല്ലോ. ഉണ്ണീനെ എനിക്ക് തോന്നുന്നു അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് എഫക്ട്സ് ഹിം. പക്ഷേ ഹി ഈസ് മച്ച് മോർ സ്ട്രോങ്ങർ ദാൻ all these negativity. He has the potential to get over it. ഈ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഈ ചന്ദ്രത്ത് പണിക്കറാവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടല്ലോ. ഈ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ണിയിടുന്ന എഫേർട്ടുകളുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ മുങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി സ്ട്രെസ് കൂടുന്തോറുമാണ് ട്രെയിനിങ് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഫിറ്റ്നസ് നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ട്രെസ് തന്ന ആൾക്കാരോട് മാത്രമേ നന്ദി പറയുള്ളൂ. ബൈ നേച്ചർ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അറിയില്ല. ലൈക്ക് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഒച്ചപ്പാടും ബഹളം വെക്കണേക്കാട്ടും നല്ലത് ആ ദേഷ്യം റിലീസ് ചെയ്യണമല്ലോ. അപ്പം ഞാനിപ്പോഴും കണ്ടെത്തിയത് ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക. സോ എവറി ടൈം ഐ ബീൻ ഫിറ്റ്. ഏതെങ്കിലും രീതിയിലൊരു സ്ട്രെസ് ഉണ്ട്. അപ്പോൾ മാളികപ്പുറത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഷൂട്ടിങ് സമയത്ത്. അപ്പോൾ കുറച്ച് എന്നോട് എല്ലാവരും പറഞ്ഞു ആ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്ന സീനിൽ നല്ല തടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചിട്ടായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ഭയങ്കര ആക്റ്റീവായിട്ട് എപ്പോഴും നടന്ന വാക്ക് ചെയ്യുക, ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യുന്ന ഒരാൾക്ക്
ഫുൾ ടൈം വീൽ ചെയറിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, ഇങ്ങനെ ഇത്രയും മണിക്കൂറുകളോളം വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ വെയിറ്റ് കൂടി ഉണ്ടായിരുന്നു ഉണ്ണി ആ സമയത്ത്. അതാണ് ഈ ക്യാരക്ടറിന്റെ എനിക്ക് സ്ക്രീൻ പ്ലേയിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചാൽ ഗണേഷിന്റെ ലൈഫിൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഓർഗാനിക്കലി സംഭവിച്ചതാണ്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വയറ് ചാടി. ഐ വാസ് ലൈക്ക് ഇത് എന്താണ്. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായി ആക്ടിവിറ്റി ലെവൽ ഇത്രയും കുറഞ്ഞു പോയതുകൊണ്ട് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർ ഒരു പരിധിക്കപ്പെട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ സ്ക്രിപ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആസ് എൻ ആക്ടർ. എന്തെങ്കിലും ഈ പറഞ്ഞ അഹമ്മദാബാദിലെ ആ ചെറിയ വീടും അല്ലെങ്കിൽ ആ പരിസരമൊക്കെ ഒരിക്കലും കൂടെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു ആക്ടറും കൂടെ ആണല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും ബാങ്കബിൾ ആയിട്ടുള്ള സ്റ്റാർസിൽ ഒരാളാണ്. അവിടെ ചെന്ന് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ നിക്കായിട്ട് നിൽക്കണം ആഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെയൊന്നുമില്ല. അവിടെയൊക്കെ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന പോലെ അല്ല അവരെ കാണുന്നത്. ഞാൻ ഇത്ര ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പം എന്നെ കേരളത്തിൽ കണ്ടത് ഇങ്ങനെ ഹൈറ്റ് വെയിറ്റ് വെച്ച ഒരാളായിട്ടാണ്. എന്നെ അവർ ഇത്രയും ചെറിയ കുട്ടിയായിട്ടൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ അവർ എന്നെ വേറെ രീതിയിലാണ് റിസീവ് ചെയ്യാൻ. ഐ ലവ് ഇറ്റ്. ബിക്കോസ് അവർക്ക് എൻ്റെ ഈ സിനിമാ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഹീറോ ആയി അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പോകാറുണ്ട്. ഇപ്പം ഞാൻ ഒരു 3 ദിവസം മുന്നേ അവിടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത ടൂർണമെൻറ്റ്. അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെ എല്ലാവരും എൻ്റെ പഴയ സുഹൃത്തുക്കളായിട്ട് കളിച്ചു. ഞാൻ സെഞ്ചുറി അടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവർ സിനിമ കാണുമ്പോൾ എന്താ പറയാറ്? അങ്ങനെ ക്രിറ്റിസിസം അല്ലെങ്കിൽ എല്ലാം നല്ലതേ പറയും. എന്നെ അവർ അഭിനയം പഠിപ്പിക്കാൻ അവർക്ക് എന്നെ അറിയാലോ. അവർക്ക് ഇവർ എന്നെ ഒരിക്കലും ഇങ്ങനെ ജഡ്ജ്മെന്റൽ സ്പേസിൽ ഞാൻ അവരെ വായുന്നത് കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. ഉണ്ട് ഇങ്ങനെ അഭിനയിച്ചുകൂടെ, അല്ല അത് ചെയ്തുകൂടെ. ദേ ഓൺലി സീ മീ. ഞങ്ങളൊരു സിനിമ ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സപ്പോർട്ടീവായ ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പം അതിൽ ഒരുപാട് ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലോ ഉണ്ണിയുടെ ആ വീഡിയോയില്. ദർ ഓൾ വെരി സപ്പോർട്ടീവ്. നേരത്തെ ഉണ്ണി പറഞ്ഞല്ലോ, ഉണ്ണിയുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും സിസ്റ്റർ ആയാലും പോയി ഹീറോ ആയിട്ട് വാ, അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണെന്ന് തോന്നുന്നു ഉണ്ണിയുടെ ഫ്രണ്ട്സിനെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന സിനിമ കണ്ടേക്കാം, അതിനുശേഷം ഇവിടെ നന്നായിട്ടുണ്ട്, ഓരോ സിനിമകൾ കയറും തോറും നന്നായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ആ ഒറ്റ മെസ്സേജിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലേക്ക് പോകും. എനിക്കും അത് മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാളികൾ ഈ സൈഡ് കുറച്ചുകൂടെ ജഡ്ജ്മെന്റിലാണ് ഉണ്ണിനെ പറ്റിയിട്ട്. ഇല്ല, മലയാളി മൊത്തത്തിൽ സമൂഹത്തെ ഞാൻ ഇതിൽ വലിച്ച് എടുക്കാൻ തോന്നുന്നില്ല. ചില ആൾക്കാർ ബിക്കോസ് ഐ ഡോണ്ട് നോ അതിൻ്റെ റീസൺ മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ സിനിമകൾ ചെയ്തു. ഞാനിങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ, നടൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ പ്ലസ് മൈനസ് ഉണ്ടാവും. ബട്ട് യു കനോട്ട് ആസ്ക് മീ ടു സ്റ്റോപ്പ് വർക്ക്. അത് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ചില മാറിക്കോളും. ഈ എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ലല്ലോ. ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും പറയൂ ഉണ്ണി എന്താണ് ഇങ്ങനെ? ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ നേരിട്ടൊന്നും ആരും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൺലൈനിൽ പറയുന്ന പോലെയല്ല. ഇൻഡസ്ട്രിയിൽ എന്തിനു പറയുന്നു? അവരവരെ ജോലി ചെയ്യാൻ ഞാൻ എൻ്റെ ജോലി ചെയ്യും. ഞാൻ ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യാറില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനിപ്പോൾ ഈ പറയുമ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ എന്തിനും ഒരാളോട് ഇത്രയും അല്ലെങ്കിൽ അത്രയും സ്പേസിൽ നിൽക്കണം. എനിക്ക് വിഷമാവാത്ത രീതിയിൽ സംസാരിക്കണം. ബിക്കോസ് ഇതൊരു ആർട്ടിസ്റ്റിക് ഫീൽഡാണ്. ഇതിൽ ഒരു സിനിമ നന്നാവും അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആവുന്ന ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ. ഞാനിത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കഥ കേൾക്കുന്നു. എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരൊപ്പം വർക്ക് ചെയ്യുന്നു. ഞാൻ ലൊക്കേഷനിൽ ഓൺ ടൈം വരും, ഓൺ ടൈം പോകും. എൻ്റെ ലൊക്കേഷനിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല, ഡേറ്റ് തെറ്റിക്കാറില്ല. അത് ഞാൻ പറഞ്ഞത് മോസ്റ്റ് ഡിസിപ്ലിൻഡ് ആയി പറഞ്ഞ സമയത്ത് വരും, പറഞ്ഞ സമയത്ത് പോകും. പിന്നെ അങ്ങനെ സിനിമ പാതിവഴി വിട്ടു പോകുന്ന ശീലം എനിക്കില്ല. നാളെ റിലീസാണ്, ഇന്ന് വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ സിനിമ ഇഷ്ടമായതുകൊണ്ടാണ്. അല്ലാതെ എനിക്കിതിൽ വേറെ അജൻഡാസോ മറ്റേ കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചു കൊടുക്കും. ബിക്കോസ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ സിനിമ മോശപ്പെടുത്താൻ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ വരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ബിക്കോസ് ഇത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയാലും മഹിമയ്ക്ക് ഗുണം ചെയ്യും, രഞ്ജിത്തിന് ഗുണം ചെയ്യും, എനിക്കും ഗുണം ചെയ്യും. അങ്ങനെയാണല്ലോ എല്ലാം. ഇപ്പോൾ അന്ന് ഒരു കുറച്ച് വർഷം മുമ്പ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആദ്യം ആവേണ്ടത് ഡയറക്ടറായിരുന്നു. പക്ഷെ ലോകി സാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ആദ്യം പ്രൊഡ്യൂസറാണ് ആയത്. ഒരു ഡയറക്ടർ ചെക്ക് ബോക്സ് ഇപ്പോഴും ഉണ്ട്. എനി ടൈം നടക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ഈ ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ എന്ന് നടക്കുന്നു ചോദിച്ചാൽ ചിലപ്പോൾ എനി ടൈം നടക്കും. ഐ ആം മെന്റലി റെഡി. പക്ഷേ ഉണ്ണിയുടെ ഷോർട്ട് സ്റ്റോറി വായിച്ചിട്ടുണ്ടോ? ഉണ്ണിയുടെ ഷോർട്ട് സ്റ്റോറിയിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വുമൺ അല്ലെ, ഒരു പ്ലോട്ട് ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു ബ്യൂട്ടിഫുൾ വുമൺ ഇങ്ങനെ മൂൺ ലൈറ്റിൽ ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമാജിനേഷൻ ഉള്ള ആളാണ്. അതാണ് ഇഷ്ടം.
അപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവിക്കുന്നത് വായിക്കുന്നല്ലോ. ലോങ് ഷോർട്ട് സ്റ്റോറിയോ? കുറച്ചുകൂടെ കുഞ്ഞു കുഞ്ഞു വെച്ചിങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു തവണ ഇങ്ങനെ കോവിഡ് സമയത്ത് ബ്ലോഗ് ചെയ്തപ്പോൾ ലാൽ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര കുസം. ഞാൻ എൻ്റെ ഗുജറാത്തിലെ ഈ ഭൂകമ്പത്തിന് ശേഷമുള്ള ഓർമ്മകൾ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ബ്ലോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ലാലേട്ടൻ ബ്ലോഗിങ് നിർത്തി വെച്ചത്. ബിക്കോസ് ഞാൻ ഈ ബ്ലോഗിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ലാൽ സാറിൻ്റെ ഈ വ്ളോഗ്സ്. എനിക്ക് ദൈവത്തിനുള്ള കത്തൊക്കെ ഇല്ലേ, ഞാൻ ഫാനായിരുന്നു. ലാലേട്ടൻ ഇപ്പോൾ അത് എഴുതാറില്ല, ഉണ്ടെങ്കിൽ തുടങ്ങി. അതിനകത്ത് എന്തായിരുന്നു ശരിക്കും കണ്ടന്റ്? എൻ്റെ വ്യക്തിപരമായ അത് ഫേസ്ബുക്കിൽ എവിടെയൊക്കെ കിടക്കണ്ടാവും. സോ ലാലേട്ടൻ ആ സമയത്ത് വിളിച്ചു, എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യണം. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കുകളനുസരിച്ച്. അല്ല, ഈ പറഞ്ഞ പോലെ ചുറ്റിനും റൈറ്റേഴ്സ് ഉള്ള ആളും കൂടെ ആണല്ലോ. അഭിലാഷ് ഉണ്ട്, വിഷ്ണു ഉണ്ട്. സോ അവരിങ്ങനെ പറയില്ലേ, ജസ്റ്റ് ഗിവ് ട്രൈ, നമുക്ക് നോക്കാം? ഇല്ലല്ല, എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഐ ബിലീവ് ചില കാര്യങ്ങൾ നടന്നു വരുമ്പോൾ അതിന് ഭംഗി കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും പറയുമ്പോൾ കൈൻഡ്സ് ഓഫ് ഗീവ്സ് ഔട്ട് ദ സർപ്രൈസ്. അങ്ങനെ കേട്ടെ. പക്ഷെ ഇതൊക്കെ സംഭവിക്കും. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നതാണ് എനിക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ആസ് എൻ ആക്ടർ ഭയങ്കര ഒരു ഡിഫറെന്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. വരുന്ന 2 സിനിമകൾ മാർക്കോ ജൂനിയർ ആൻഡ് പറഞ്ഞ പോലെ ഗാന്ധർവ്. സോ എന്താണ് അതിന്റെ ഒരു സ്റ്റേജ്? കാരണം മാർക്കോ ഒരു മെയ് മാസം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങും. ഈ ഇതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട്. അത് ബ്രൂട്ടൽ ആക്ഷൻ ഫിലിമാണ്. ഞാൻ ആക്ഷൻ ഒരുപാട് വർഷങ്ങളായിട്ട് സ്പിൻ ഓഫ് ആണ്. ഒരു പ്രീക്വൽ അല്ലെങ്കിൽ സ്വീക്വൽ അല്ല. ഈ മാർക്കോയുടെ ലൈഫ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന സിനിമയായിരിക്കും. എക്സ്ട്രീംലി ബ്രൂട്ടൽ ആക്ഷൻ മൂവി ആയിരിക്കും അത്. ഞാൻ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ പൂർണ്ണമായിട്ട് മാറ്റി വെച്ച ഒരു ജോണറാണ്. സോ ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. ഹനീഫിൻ്റെ ഏറ്റവും സിഗ്നേച്ചർ സിനിമയായിരിക്കും അത്. ഹനീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഈസ് ഡെസ്പറേറ്റ്ലി ട്രൈങ് ടു ഗിവ് ഔട്ട് ഹിസ് സിനിമ. അത് ഇതിലൂടെ സംഭവിക്കും. നല്ല കാസ്റ്റിംഗ് ക്രൂ ആണ്. ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്തു വിടും. ഗന്ധർവ അഗൈൻ എൻ്റെ ഒരു ഫാൻറ്റസി പ്രൊജക്റ്റാണ്. അതിങ്ങനെ പതിയെ പാരലലി ഞാൻ ചെയ്ത് പോവാണ്. അതിന് കറക്റ്റ് സമയം വരുമ്പോൾ അത് ഞാൻ റിലീസ് ചെയ്തു. ഇപ്പം മാർക്കോനെ പറ്റി പറയുമ്പോൾ പൊതുവെ ഉണ്ണി ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേച്ചറിൽ പറഞ്ഞ ഒരു ഡയറക്ടറുടെ മുമ്പത്തെ സിനിമകളും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല നമ്മളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് നടക്കുമ്പോഴൊക്കെ. സോ അനിഫദൻ എന്ന ഡയറക്ടർ സിഗ്നേച്ചർ ഡയറക്ടറാണ്, നമ്മൾ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഡയറക്ടറാണ്. പക്ഷേ അതിന് മുമ്പത്തെ സിനിമകൾ വലിയ രീതിയിൽ വിമർശനം നേരിട്ടിട്ടുണ്ട്. സോ അതെങ്ങനെ ഉണ്ണി പറഞ്ഞ പോലെ അവിടെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ മെയിനായിട്ട് എന്തായിരിക്കും? ഇല്ല, അങ്ങനെ ഞാൻ നോക്കാറില്ല. ദാറ്റ് ഈസ് ഹിറ്റ്സ് ആൻഡ് ഫ്ലോപ്സ് ആൻഡ് പരാജയങ്ങൾ വിജയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ രഞ്ജിത്തിനും ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഐ സീ ഹിം ആസ് എ നല്ല റൈറ്റർ ഡയറക്ടർ കോമ്പിനേഷൻ വാസ് ഡൺ ഗുഡ് ഫിലിം. അപ്പോൾ പുള്ളിയും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കും. എനിക്കങ്ങനെ ഞാൻ ഒരാളുടെ ജഡ്ജ്മെന്റൽ സ്പേസിൽ പോകാറില്ല. അവരുടെ കൺവിക്ഷനാണ്, സിനിമയോടുള്ളവരുടെ പാഷനൊക്കെയാണ് ഞാൻ കാണുന്ന മുന്നിൽ. ബിക്കോസ് ഒരു ഘട്ടത്തിൽ എനിക്കും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സ്പേസിൽ നിന്നാണ് ഞാനും. അപ്പോൾ ഐ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമില്ലെന്നല്ല. അത് ഹനീഫ് അദീനി ഷോ ആയിരിക്കും പടം. ഞാനതിൽ നായകനാണെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് ഹനീഫ് അദീനി. ഐ ഫീൽ ഹനീഫ് ഭയങ്കര ശരി, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഹനീഫിനെ അറിയാം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ കമ്പാരിസൺ ഒന്നും നോക്കുന്നില്ല. ഹനീഫിന്റെ കാലിബർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന സിനിമയായിരിക്കും എൻ്റെ. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ വേണ്ടി. ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസിന് വേണ്ടി ഇത്രയും ഓടി നടക്കുന്ന ഒരു ആക്ടറാണ്. മേപ്പടിയെ കണ്ടിട്ടുണ്ട്, മാളിപ്പുറത്തിനെ കണ്ടിട്ടുണ്ട്, ഷെഫിക്കിന്റെ സന്തോഷത്തിന് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഉണ്ണിയുടെ ഒരു ഗുഡ് ആൻഡ് ബാഡ് തിങ് അബൌട്ട് ബീങ് ഇൻ പ്രൊമോഷൻസ് എന്താ? ഗുഡ് തിങ് ഈസ് ദാറ്റ് ഞാനിപ്പോൾ എൻ്റെ സിനിമ പൂർണ്ണമായിട്ട് സെല് ചെയ്യാൻ നോക്കും. ഐ തിങ്ക് അതാ വേറെ മിനിമം ഞാൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. ബാഡ് തിങ് എന്ന് വെച്ചാൽ ഞാൻ ഗെറ്റ് സെറ്റ് ബേബിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി. അത് ഇതിനായിട്ട് റിലീസ് ആകുന്ന സിനിമ. അപ്പോൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ വിനയ് ഗോവിന്ദ് ഡയറക്ഷനിൽ വന്ന എൻ്റെ ഞാനൊരു ഡോക്ടറായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗൈനക്കോളജിസ്റ്റ് ആയിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് നല്ല അഗൈൻ ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഞാനും വെരി ഡിഫറെന്റ്, ഭയങ്കര കളർഫുൾ ആയ ഒരു സിനിമയായിരിക്കും. ഇതാണ് ബാഡ്. വിട്ടുപോയത് മൈമേടെ എന്താ ഗുഡ് ആൻഡ് ബാഡ്? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈമേനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ആർട്ടിക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ. ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ആർട്ടിക്സ് എങ്ങനെയുണ്ട് ജീവിതം? ആൻഡ്
ടുവേർഡ്സ് ദ നെക്സ്റ്റ് റിലീസ്? ആർഡിയക്സിന് മുന്നേ ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു, ഇപ്പോഴും ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് അതിന് മുന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ RDX എനിക്കൊരു എന്താ പറയുക, ഒരു വൈഡ് റേഞ്ചിലുള്ള റിസപ്ഷൻ ഉള്ളത് കൊണ്ട് ഐ ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. ദറ്റ് ആൾക്കാർ തിരിച്ചറിയുന്നു, നമ്മൾ മലയാളിയാണെന്ന് പലരും ഇപ്പോൾ തിരിച്ചറിഞ്ഞു. സോ അതെല്ലാം വർക്ക് ഫ്രണ്ടിൽ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ക്ലാഷ്. പറഞ്ഞ പോലെ വിഷു റിലീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെമ്മറിയാണ്. ആൻഡ് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം ഉണ്ടല്ലോ, ഒറ്റ ദിവസത്തെ ഇന്റർവ്യൂസ് കൊണ്ട് ധ്യാൻ മൊത്തം സീൻ മാറ്റിമറിച്ചു വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഒക്കെ. സോ കാണാറുണ്ടോ ധ്യാൻ്റെ ഇന്റർവ്യൂസ്? ഞാൻ ഈ പോപ്പപ്സ് വരുമ്പോൾ നോക്കാറുണ്ട്. വെരി ഗുഡ്, എന്താ പറയുക, ബെസ്റ്റ് ഓഫ് ലക്ക് ടു വർഷങ്ങൾക്ക് ശേഷം. എൻ്റെ ആവശ്യം എനിക്ക് ധ്യാനിനെ ഇഷ്ടമാണ്, വിനീതിനെ ഇഷ്ടമാണ്, പിന്നെ ഫഹാദിനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രണവ് നോട്ട് മെറ്റ് ഹിം ബട്ട് ഹേർഡ് നല്ല റിവ്യൂസാണ് കേട്ടേക്കുന്നത്. പിന്നെ എൻ്റെ സിനിമയും എനിക്ക് ഇഷ്ടമാണ്. സോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ജയ് ഗണേഷ്. പറഞ്ഞ പോലെ എല്ലാ ആശംസകളും നേരാണ്. താങ്ക് യു. ഇപ്പോൾ ഗെറ്റ്സ് ബേബി അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, ഗാന്ധർവൻ, മാർക്ക് ജൂനിയർ. സോ ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ഗരുഡൻ്റെ കാര്യവും ഒരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ മൂവിയാണ്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് വരുമ്പോൾ അപ്പോൾ പറയാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.